നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. CPM ആലപ്പുഴ ജില്ലാ സമ്മേളനം ഹരിപ്പാട് ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. 46 ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 407 പേർ പങ്കെടുക്കുന്നു. 12-ാം തീയതി സമ്മേളനം സമാപിക്കും. സകലമാന വർഗീയ ശക്തികളുമായി കൂട്ടുപിടിച്ച് ഇടതുമുന്നണിയെ തകർക്കാനാണ് UDF ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏതാനും വോട്ടുകൾക്കും 4 സീറ്റുകൾക്കും വേണ്ടി തങ്ങൾ രാഷ്ട്രീയ ചെറ്റത്തരം കാട്ടില്ലെന്നും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുമെന്നും മുഖ്യമന്ത്രി. ചന്ദനത്തിൽ കടഞ്ഞെടുത്ത ധനുമാസ ചന്ദ്രിക അസ്തമിച്ചു. ഭാവഗായകൻ P. ജയചന്ദ്രൻ്റെ നാടിൻ്റെ പ്രണാമം. മലയാളിയുടെ ഹൃദയത്തിൽ ശബ്ദവിസ്മയത്തിൻ്റെ സ്വർണ്ണഗോപുരം സൃഷ്ടിച്ച അസാധാരണ പ്രതിഭയാണ് P. ജയചന്ദ്രൻ. സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന 2047 ആഗോളതലത്തിൽ ഇന്ത്യയെ ഒന്നാമതെത്തിക്കുന്ന തരത്തിലാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ L. മുരുകൻ. നാനാ മേഖലകളിൽ രാജ്യം അതിവേഗം കുതിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 1 മെഗാ തൊഴിൽ മേള. ആലപ്പുഴ ST കോളേജിൽ നടക്കുന്ന മെഗാ തൊഴിൽ മേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി. ചരിത്രപ്രസിദ്ധമായ അർത്തുങ്കൽ മകരം തിരുനാളിന് ഭക്തിനിർഭരമായ തുടക്കം. ആലപ്പുഴ രൂപതാ ബിഷപ്പ് റവറൻ ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ആയിരക്കണക്കിന് വിശ്വാസികൾ അണിനിരന്നു. വാർത്തകൾ വിശദമായി. CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് ഹരിപ്പാട് പ്രൗഢോജ്വലമായ തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 46 ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 407 പ്രതിനിധികൾ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. 12-ാം തീയതി സമാപിക്കും. CPMൻ്റെ 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് ആവേശകരമായ തുടക്കം. ഹരിപ്പാട് ശബരീസ് കൺവെൻഷൻ സെൻറ്ററിൽ സജ്ജമാക്കിയ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. രാവിലെ പതാക ഉയർത്തൽ, പുഷ്പാർച്ചന എന്നിവ നടന്നു. പ്രധാന നേതാക്കളെല്ലാം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. തുടർന്ന് പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് K. പ്രസാദ് അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു രക്തസാക്ഷി പ്രമേയവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KH ബാബുജാൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ TK ദേവകുമാർ സ്വാഗതം പറഞ്ഞു. പോളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പോളിറ്റ് ബ്യൂറോ അംഗവും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമായ MV ഗോവിന്ദൻ മാസ്റ്റർ, പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, ഡോക്ടർ TM തോമസ് ഐസക്, KK ശൈലജ ടീച്ചർ, AK ബാലൻ, K. രാധാകൃഷ്ണൻ, P. രാജീവ്, അഡ്വക്കേറ്റ് CS സുജാത, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മന്ത്രി സജി ചെറിയാൻ, KK ജയചന്ദ്രൻ, ആനാവൂർ നാഗപ്പൻ, M. സ്വരാജ്, PK ബിജു, പുത്തരത്ത് ദിനേശൻ തുടങ്ങിയവർ പങ്കെടുക്കുന്നു. ജില്ലാ സെക്രട്ടറി R. നാസർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലയിലാകെ 42,009 പാർട്ടി അംഗങ്ങൾ, 2,818 ബ്രാഞ്ചുകളുടെയും 159 ലോക്കൽ കമ്മിറ്റികളുടെയും 15 ഏരിയ കമ്മിറ്റികളുടെയും സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. പ്രതിനിധി സമ്മേളനത്തിൽ 361 പ്രതിനിധികളും 46 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 407 പേർ പങ്കെടുക്കുന്നു. 12-ാം തീയതി പുതിയ ജില്ലാ കമ്മിറ്റിയെയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുക്കും. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഹരിപ്പാട് RK ജംഗ്ഷനിൽ നിന്നും ഡാണാപ്പടി പാലത്തിന് കിഴക്കുവശത്ത് നിന്നും ജില്ല കേന്ദ്രീകരിച്ച് റെഡ് വളണ്ടിയർ പരേഡ് ആരംഭിക്കും. ഹരിപ്പാട് മണ്ഡലത്തിലെ 20 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുമുള്ള ബഹുജനങ്ങൾ അണിനിരക്കുന്ന പ്രകടനം വൈകിട്ട് 4 മണിക്ക് നാരകത്തറയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് ഹരിപ്പാട് മണ്ണാറശാല മൈതാനത്ത് സജ്ജമാകുന്ന സീതാറാം യെച്ചൂരി നഗറിൽ പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പുതിയ ജില്ലാ സെക്രട്ടറി അധ്യക്ഷത വഹിക്കും. സ്വാഗത സംഘം ജനറൽ കൺവീനർ M. സത്യപാലൻ സ്വാഗതം പറയും. സമ്മേളനത്തോടനുബന്ധിച്ച് സെമിനാറുകൾ, കലാപരിപാടികൾ, വിവിധ മത്സരങ്ങൾ തുടങ്ങിയവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ടൈം ന്യൂസ് ആലപ്പുഴ. സകലമാന വർഗീയ ശക്തികളെയും കൂട്ടുപിടിച്ച് LDFനെ തകർക്കാനാണ് UDF ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏതാനും വോട്ടുകൾക്കും 4 സീറ്റുകൾക്കും വേണ്ടി തങ്ങൾ രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കില്ല, മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുമെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇവിടെ സംസ്ഥാന സർക്കാരിനെ എതിർക്കുന്നതിന്റെ ഭാഗമായി നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ തടയുന്ന പ്രവർത്തനങ്ങൾ പലപ്പോഴും നമ്മുടെ പ്രതിപക്ഷം കാഴ്ചവെക്കുക. അത് UDF കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം ചേർന്നുകൊണ്ടൊരു നിലപാട് നേരത്തെ സ്വീകരിക്കുന്നത് നാം കണ്ടു.
കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ തയ്യാറാകാത്ത നിലയാണ് അവരുടെ ഭാഗത്തുണ്ടായത്. മാത്രമല്ല, 4 സീറ്റിന് കുറച്ച് വോട്ടിന് എന്തും ചെയ്യാം എന്ന നിലപാടിലേക്ക് അധപ്പതിക്കുന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിയും. സംഘപരിവാറുമായ ഒരു തുറന്ന സന്ധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റ ലക്ഷ്യമുള്ളൂ, വോട്ട് കുറച്ച് വേണം, കുറച്ച് സീറ്റും വേണം. തങ്ങളാൽ മാത്രം ഇപ്പോൾ ഇത് LDF നേരിടാനാകില്ല. അപ്പോ നിങ്ങളെ സഹായവും കൂടി വേണം. അതിന് സംഘപരിവാറിനെ സമീപിക്കുന്ന നിലയെടുക്കുന്നു. ഇവിടെ സംഘപരിവാറിന്റെ വോട്ടിനെ ആശ്രയിക്കുന്ന നില നേരത്തെ മുതൽ കോൺഗ്രസ് സ്വീകരിച്ചു വന്നിരുന്നു എന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയുന്ന കാര്യമല്ല. എല്ലാ കാലത്തും കോൺഗ്രസും BJPയും പരസ്പരം സഹായിക്കാറുണ്ട്. പല സ്ഥലത്തും വിജയിച്ചിട്ടുമുണ്ട്. നേമത്ത് BJP ജയിച്ചത് കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ടാണ്. 2021 തങ്ങൾ അത് പൂട്ടിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ BJP ജയിച്ചതും കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ടാണ്. കോൺഗ്രസിന് 86,000 വോട്ട് കുറഞ്ഞപ്പോൾ BJP 75,000 ജയിച്ചു. LDFന് 16,000 വോട്ട് കൂടി. പാലക്കാട് UDF ജയിച്ചത് SDPI പോലെയുള്ള വർഗീയ സംഘടനകളുടെ വോട്ട് കൊണ്ടാണ്. SDPIയും ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം മതരാഷ്ട്രവാദികളാണ്. ഇവരുമായി ചേർന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗും കോൺഗ്രസും പ്രവർത്തിക്കുന്നത്. ഇത് വലിയ അപകടമാണ്. ഏതാനും വോട്ടുകൾക്കും 4 സീറ്റിനും വേണ്ടി LDF രാഷ്ട്രീയ ചെറ്റത്തരം കാട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചന്ദനത്തിൽ കടഞ്ഞെടുത്ത ധനുമാസ ചന്ദ്രിക അസ്തമിച്ചു. ഭാവഗായകൻ P. ജയചന്ദ്രന് നാടിൻ്റെ പ്രണാമം. മലയാളിയുടെ ഹൃദയത്തിൽ ശബ്ദവിസ്മയത്തിൻ്റെ സ്വർണ്ണ ഗോപുരം സൃഷ്ടിച്ച അസാധാരണ പ്രതിഭയാണ് P. ജയചന്ദ്രൻ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. P. ജയചന്ദ്രൻ എന്ന ഗായകൻ എന്നതിലുപരി പ്രിയപ്പെട്ടവർക്ക് സ്വന്തം ജയേട്ടനായിരുന്നു അദ്ദേഹം. സമ്പൂർണ്ണ കൃഷ്ണഭക്തനായിരുന്ന അദ്ദേഹം ആഡംബരമില്ലാത്ത ഭക്തൻ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നതും. ഏറ്റവും ഒടുവിൽ ഒരു ഡിവോഷണൽ സോങ്ങിൻ്റെ റെക്കോർഡിങ്ങിന് എത്തിയപ്പോഴും തൻ്റെ ഭഗവാനിലുള്ള വിശ്വാസം അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. ഭഗവാൻ ഗുരുവായൂരപ്പൻ നിശ്ചയിക്കുന്നതുവരെ ഞാൻ പാടും. അവസാന നാളുകൾ പോലും കൃഷ്ണഭക്തിയിൽ അദ്ദേഹം മുഴുകിയിട്ടുണ്ട്. വൈകുണ്ഠ ഏകാദശിക്ക് ഒരു ദിവസം ബാക്കി നിൽക്കെ വ്യാഴാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം. അർബുദം തകർത്തപ്പോഴും കഴിഞ്ഞ മാസം വീണ ഇടുപ്പല്ല് തകർന്നപ്പോഴും പൂർവാധികം ശക്തിയോടെ അദ്ദേഹം തിരികെ വരുമെന്ന് കരുതി. എന്നാൽ തിരിച്ച വേദനകളില്ലാത്ത ലോകത്തേക്ക് അദ്ദേഹം യാത്രയാകുമ്പോൾ മലയാളികളുടെ മനസ്സിൽ നൊമ്പരം മാത്രമായി കുറച്ചധികം ഗാനങ്ങൾ. 1944 മാർച്ച് 3 എറണാകുളം ജില്ലയിലെ രവിപുരത്ത് ഭദ്രാലയത്തിലാണ് ജയചന്ദ്രൻ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കുടുംബം പിന്നീട് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലിക്കുടയിലേക്ക് താമസം മാറ്റി. സംഗീതജ്ഞനായിരുന്ന രവിവർമ്മ കൊച്ചിനിയൻ തമ്പുരാൻ്റെയും പാലിയത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെയും 5 മക്കളിൽ മൂന്നാമനായിരുന്നു അദ്ദേഹം. 1973 മെയ് മാസത്തിലാണ് ലളിതയുമായുള്ള വിവാഹം. ലക്ഷ്മിയും ദിനനാഥ് മകനുമാണ്. ഒരു തവണ മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം നേടിയ ജയചന്ദ്രന് 5 തവണ മികച്ച പിന്നണി ഗായകനുള്ള കേരള സംസ്ഥാന അവാർഡുകളും 4 തവണ തമിഴ്നാട് സംസ്ഥാന അവാർഡുകളും നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു. 1966 കുഞ്ഞാലി മരയ്ക്കാർ എന്ന സിനിമയ്ക്ക് വേണ്ടി P. ഭാസ്കരൻ ചിദംബരനാഥ് ടീമിൻ്റെ ഗാനമാണ് ആദ്യമായി പാടിയതെങ്കിലും കളിത്തോഴൻ എന്ന ചിത്രത്തിലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു ആദ്യം പുറത്തു വന്നത്. P. ജയചന്ദ്രൻ്റെ മൃതദേഹം തൃശൂർ പൂങ്കുന്നത്തെ തറവാട്ട് വീട്ടിൽ എത്തിച്ചു. ഉച്ചയ്ക്ക് 12 മണി മുതൽ സംഗീത അക്കാദമി ഹാളിൽ പൊതുദർശനമുണ്ടാകും. തുടർന്ന് പൂങ്കുന്നത്തെ സഹോദരിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് 3:30 പറവൂർ ചേന്നമംഗലം പാലിയം തറവാട് ശ്മശാനത്തിൽ നടക്കും. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വ്യാഴാഴ്ച രാത്രി 7:54 വിയോഗം. അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ജയചന്ദ്രൻ. വ്യാഴാഴ്ച വൈകിട്ട് വീട്ടിൽ വെച്ച് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുകയും തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയുമായിരുന്നു. മലയാളത്തിൻ്റെ സ്വന്തം ഭാവഗായകന് ആദരാഞ്ജലികൾ. കൊച്ചി രാജാവിൻ്റെ മന്ത്രിമുഖ്യനായിരുന്ന പാലിയത്തച്ഛൻ്റെ കുടുംബത്തിൽപ്പെട്ട അസാധാരണ പ്രതിഭയായിരുന്നു ഗായകൻ P. ജയചന്ദ്രൻ. ജയചന്ദ്രനുമായി കളിച്ചു വളർന്ന സഹോദരി ചേർത്തലയിൽ താമസിക്കുന്നുണ്ട്. പാലിയത്ത് തറവാട്ടിൽ നിന്ന് തെക്കൻ പ്രദേശത്തുള്ള ഒരേ ഒരാൾ. ചേർത്തല മുരിയനാട്ട് ശാന്തിനികേതനിൽ MN ഗോപിനാഥിൻ്റെ ഭാര്യ പത്മിനി കുഞ്ഞമ്മ.
ജയചന്ദ്രൻ്റെ ഓർമ്മകൾ പങ്കുവച്ച പത്മിനി കുഞ്ഞമ്മ ചേരും. അനുസ്മരിക്കാന്ന് പറഞ്ഞാൽ ഇത്രയും നമുക്ക് ബന്ധമുള്ള ഒരാളില്ല, കൊണ്ട് അടുപ്പമുള്ള ഒരാൾ വേറെ ഇല്ല. വേറെ ഒരുപാട് ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ ഉണ്ടെങ്കിലും ഇത്ര അടുപ്പം തോന്നിയ ഒരൊറ്റ ആൾ എനിക്കില്ല. കാരണം ആ മനുഷ്യന്റെ സ്വഭാവം അതുപോലെയാണ്. ആരെ കണ്ടാലും ആരോടാണെങ്കിലും ആ സംസാരിക്കണം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ തോന്നും, ഇന്നൊരു ഇത്രയും വലിയൊരാൾ ഇങ്ങനെയാണോ സംസാരിക്കണേ. അത്രയ്ക്ക് മനുഷ്യനെ കൂടെ എന്താ പറയാ, അത്രയ്ക്കും ബഹുമാനിച്ച ഒരു ജീവിതമായിരുന്നു ആ മനുഷ്യന്റെ. ഇങ്ങനെ വന്നതിൽ വളരെ സങ്കടമുണ്ട് എനിക്ക്. നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ദൈവം വിളിച്ചാൽ പോയല്ലേ പറ്റൂ. അവിടെ എല്ലാവരും പാലിയത്തയിൽ ഒരൊറ്റ ആൾക്ക് പാടാൻ അറിയാത്ത എല്ലാം മധു, എല്ലാവർക്കും സരിഗമ പാടാൻ അറിയാത്ത ഒരൊറ്റ ആളില്ല. അങ്ങനത്തെ ഒരു കുടുംബമായിരുന്നു അവിടെ. അത് കാരണം പണ്ട് മുതലേ ഞങ്ങൾ പാട്ട് പഠിപ്പിക്കാനും ആളുണ്ടായിരുന്നു. കുറെ ആനകളുണ്ടായിരുന്നു. അമ്പലങ്ങൾ കുറെ ഉണ്ട്, 6-7 അമ്പലം ചുറ്റിനും ഉണ്ട്. ഒരു ആന എന്ന് പറഞ്ഞാൽ ശേഖരൻ. അതുപോലെ കേരളത്തിൽ ഇത്രയും വലിയൊരു ആന ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ശേഖരൻ എന്നാ വിളിക്കാം. പക്ഷേ ഞങ്ങൾ ആനക്കാരൻ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, മാറി നിൽക്കൂന്ന്. കാരണം ഇത്തിരി മതം പൊട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുക. ജയചേട്ടൻ നേരെ മുമ്പിൽ നിന്നു, അനങ്ങിയ പോലുമില്ല. ജയചേട്ടന്റെ കാലുമ്പോ തൊട്ടിട്ട് ഒറ്റ പോക്ക് പോയി. അത് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ഞങ്ങൾ കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അപ്പൊ ഇയാൾ വിളിച്ച് പറയുന്നുണ്ട്, തെക്കേ പറമ്പിലാ കൊണ്ട് കെട്ടണത്. തന്നെ ആനയ്ക്കറിയാം ഏത് മാവിന്റെ ചോട്ടിലാ കെട്ടറിയുന്നത്. മാവ് ഓടുകയാണ് അങ്ങോട്ട്. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ ഈ 4 വീട്ടിന്റെ മുറ്റത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുക. ജയചേട്ടന് കുറച്ച് നീങ്ങി നിന്നു അടുക്കിലേക്ക്. വേഗം കാലുമേൻ തൊട്ട മാതിരി തൊട്ടിട്ട് ഞാൻ വിചാരിച്ച് പിടിച്ച് വലിക്കുമെന്ന്. അതൊന്നും തോന്നി. ഞങ്ങളൊക്കെ പേടിച്ചു മാറി. ഭരണം കണ്ടാൽ ഞെട്ടിപ്പോയി. ഇതുപോലത്തെ ഒരു ആന ഉണ്ടായിട്ടില്ല അവിടെ. ഈ വെക്കേഷൻ കാലത്തുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അന്നും ജയചേട്ടൻ മൃദംഗത്തിനായിരുന്നു മിടുക്കൻ. എപ്പോ അവിടെ മൃദംഗത്തിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പുള്ളി ഇല്ലാതിരിക്കില്ല. ഇന്നസെന്റും ഒക്കെ അതിന്റെ ആളാ. ജയചന്ദ്രൻ ഇഷ്ടം പോലെ എവിടെ ആര് വിളിച്ചാലും അദ്ദേഹം പോവും, വായിക്കാൻ പോവാറുണ്ട്. ഇന്നസെന്റ് ആണ് കൊണ്ട് നടക്കണേ എല്ലായിടത്തും. അന്തരിച്ച ഗായകൻ പി ജയചന്ദ്രനും സുനീഷ് വാർനാടും തമ്മിലുള്ള ആത്മബന്ധം അധികമാർക്കും അറിയില്ല. പി ജയചന്ദ്രൻ്റെ ഓർമ്മകൾ പങ്കുവച്ച നടനും തിരക്കഥാകൃത്തും സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ സുനീഷ് വാർനാട് ചേരും. ജയേട്ടൻ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ കാണുന്ന ഒരു ജയേട്ടനപ്പുറം ജയേട്ടനൊരു വളരെ നർമ്മം ആസ്വദിക്കുന്ന ആളാണ്. അദ്ദേഹം ഭയങ്കര തമാശ ആസ്വദിക്കുകയും ഭയങ്കരമായി പൊട്ടിച്ചിരിക്കുകയും ചെയ്യും. അത് വളരെ നിലവാരമുള്ള രസകരമായ നർമ്മങ്ങളാണ് പുള്ളി ആസ്വദിക്കുക. അപ്പൊ എന്നെയും പിഷാരടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ജയരാജ് വാര്യരെയും ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക്. അപ്പൊ ഞാൻ ജയരാജ് വാര്യർ വഴി, എൻ്റെ ഗുരുവായ ജയരാജ് വാര്യർ വഴിയാണ് ഞാൻ ജയേട്ടനെ പരിചയപ്പെടുകയും ഞങ്ങൾ ഒരുപാട് വേദികളിൽ ഒരുമിച്ച് പല സ്റ്റേജുകളിലും, ഇപ്പൊ ഞാൻ ചിലപ്പോൾ ആങ്കർ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ബാക്ക് സ്റ്റേജിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ബാക്ക് സ്റ്റേജിലൊക്കെ ഞങ്ങൾ ഒരുപാട് രസകരമായ തമാശകൾ പറയുകയും ചിരിക്കുകയും, അത് ഈ സംഗീതവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, അല്ലാതെയൊക്കെ പറയും. അപ്പൊ അത് പുള്ളിക്ക് വലിയ ഇഷ്ടമുള്ള ആളാണ്. അപ്പം എന്നെ ഇപ്പൊ അദ്ദേഹം, ഞാനൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഒക്കെ കാണും. അപ്പൊ എൻ്റെ അടുക്ക ചിലപ്പോൾ പറയുന്നത്, നിന്നെ ഞാനിപ്പോ അനിയനായിട്ട് കാണണോ അതോ നീ എൻ്റെ അച്ഛനാണോ എന്ന് ചോദിക്കും ചില സമയത്ത്. അത് പുള്ളിയുടെ രസമായിട്ട് പുള്ളി ചില പറച്ചിലുകളൊക്കെ അങ്ങനെയാണ്. അപ്പം പുള്ളി എനിക്ക് ഒരുപാട് വർഷമായിട്ട് അറിയാം. ഞങ്ങൾ കുറേ സ്റ്റേജുകളിൽ ഒരുമിച്ച് പോയത്, മസ്കറ്റിലൊക്കെ പല പ്രോഗ്രാമുകളിലും ബാക്ക് സ്റ്റേജിൽ നിന്ന് സംസാരിക്കുകയും, പിന്നെ ഈ അവാർഡ് നൈറ്റുകളിൽ പുള്ളി പെട്ടെന്ന് ചിലപ്പോൾ ഈ കമ്മിറ്റിക്കാരുമായിട്ടും ഈ സംഘാടകരുമായിട്ടും ചെറുതായിട്ടൊന്ന് നടക്കും. അവസാന നിമിഷമായിരിക്കും, പുള്ളി ക്ഷിപ്രകോപിയാണ്, പെട്ടെന്നൊരു ചെറിയ പരിഭവം, അതൊന്ന് ചിലപ്പോൾ ഒന്ന് സോൾവ് ചെയ്യാൻ ഞാനായിരിക്കും മിക്കവാറും, എന്നെ നിയോഗിക്കും. അപ്പം ഞാൻ ചെല്ലും, അപ്പം ചേട്ടാ നമ്മുടെ ഒരു പരിപാടിയല്ലേ, അപ്പം നിനക്കെന്താ കാര്യം എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാനിങ്ങനെ സോൾവ് ചെയ്ത് സ്റ്റേജിൽ കയറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത്തരം കാര്യങ്ങളിൽ പുള്ളി ഒരു ഭയങ്കരമായ നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ പിന്നെ നമ്മളോട് നോ പറയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം കുഴപ്പമില്ലാണ്ട് കയറി സ്റ്റേജിൽ പെർഫോം ചെയ്യും. അത് വെച്ചാൽ പാട്ടങ്ങ് പാടും. എന്താ വെച്ചാൽ നമ്മളോട് നോ പറയണ്ടാവുന്ന കരുതിയാണ്. പിന്നെ പുള്ളിയുടെ വീട്ടിൽ എപ്പോഴും മനോഹര ചേട്ടൻ ഒരാളുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഈ തമാശകൾക്കപ്പുറം ഈ പാട്ടിനെ ആരാധിക്കുകയും റാഫി സാഹിബിന്റെ പാട്ടുകൾ പാടുകയും, നമ്മൾ മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ ചേട്ടൻ പാടുന്ന കേൾക്കാൻ തന്നെ ഒരു ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര രസമാണ്. വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ മാറനാട്ട് അമ്പലത്തിൽ ഞാൻ ഉത്സവത്തിന് ഗാനമേളയ്ക്ക് വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ 10 മണിക്ക് ശേഷമുള്ള പരിപാടി പാടാറില്ല എന്ന് പറയാം. നമുക്കൊക്കെ അറിയാം പുള്ളി 10 മണിക്ക് ശേഷം ഒന്നും പാടാറില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ അവിടെ 10 മണിക്ക് തുടങ്ങുള്ളൂ, പക്ഷെ ചേട്ടൻ വരണം എന്ന് പറഞ്ഞു. എൻ്റെ ഒരു സ്നേഹപൂർവ്വമായ നിർബന്ധത്തിന് വഴങ്ങിയാണെന്ന് വാരനാട്ട് വന്നതും. പിന്നെ കുട്ടൻ എന്ന പുള്ളി, വയലാർ രാമവർമ്മയെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക്. അപ്പം ഞാൻ പറഞ്ഞു, വയലാറിൻ്റെ
ഒരു ഞങ്ങൾ ചെങ്ങണ്ട എന്ന് പറയുന്നതും വയലാറുമായിട്ട് വളരെ ആത്മബന്ധമുള്ള സ്ഥലമാണ്. ഭാര്യ വീട് ഉണ്ട്. പിന്നെ ഞങ്ങൾ വയലാറ്റിലാണ് ഞങ്ങളുടെ വാരാട്ടമ്മയുടെ കുടുംബം. അതുകൊണ്ട് നിങ്ങൾ വരണം, മസ്റ്റായിട്ട് വരണം. അങ്ങനെയാണ് ചേട്ടൻ വന്ന് പാടുകയും അത്രയും ഇരുന്നാണ് വയ്യാഞ്ഞിട്ട് പോലും പുള്ളി അന്ന് അവിടെ ഇരുന്ന് പാടിയതൊക്കെ ഇപ്പോഴും അവിടുത്തെ ആളുകൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന 2047 ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയെ ഒന്നാമതെത്തിക്കുന്ന പ്രവർത്തനമാണ് കേന്ദ്ര സർക്കാർ നടത്തിവരുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ. രാജ്യത്തിൻ്റെ സമസ്ത മേഖലകളിലും വൻ മുന്നേറ്റമാണ് ഉണ്ടാകുന്നതെന്നും എൽ മുരുകൻ മാരാരിക്കുളത്ത് പറഞ്ഞു. Our Prime Minister Sri Narendra Modi ji, in this 2 months before, he launched Ek Ped Maa Ka Naam Se, that is one tree for our mother's name. So Sugata teaches vision, Sugata Amma's vision, inspired by our Honorable Prime Minister. The entire movement throughout the country, every minister, every MPs, every MLAs, they participated in this movement and they are all planted a tree. പ്രകൃതിയുടെ ഹൃദയമായ മരങ്ങളുടെ പ്രാധാന്യം വലുതാണ്. ഇത് സംരക്ഷിക്കുവാനും എല്ലാവർക്കും ബാധ്യതയുണ്ട്. സുഗതകുമാരിയുടെ പ്രകൃതി സ്നേഹവും പരിസ്ഥിതി പ്രവർത്തനങ്ങളും പ്രശംസനാർഹമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. മാരാർകുളം സംഹതി ക്യാമ്പസിൽ മന്ത്രി വൃക്ഷത്തൈയും നട്ടു. ആലപ്പുഴ രൂപതാധ്യക്ഷൻ ഡോക്ടർ ജെയിംസ് ആനാപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പദ്ധതിയുടെ ജില്ലാ കോർഡിനേറ്റർ കെ സോമൻ, കേന്ദ്ര ഫിലിം സെൻസർ ബോർഡ് അംഗം രാജീവ് ആലിങ്കൽ, ഡോക്ടർ കെ എസ് മനോജ്, BJP ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ, സംഹതി മാനേജിംഗ് ഡയറക്ടർ ഫാദർ ആന്റണി ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 1 മെഗാ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. ആലപ്പുഴ ST കോളേജിൽ നടക്കുന്ന മെഗാ തൊഴിൽ മേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണെന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരിയും മറ്റുള്ളവരും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഫെബ്രുവരി 1 ഒരു മെഗാ മേള നമ്മുടെ ST കോളേജിൽ വെച്ച് നടത്താൻ പോവുകയാണ്. കേരളത്തിന്റെ ആരാധനായുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവர்களാണ് ഈ മെഗാ മേള ഉദ്ഘാടനം ചെയ്തത്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള തൊഴിലവസരങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഈ വരുന്ന 10-ാം തീയതി ബഹുമാനായിട്ടുള്ള കളക്ടറും അതുപോലെ തന്നെ നമ്മുടെ വിജ്ഞാന കേരളം പദ്ധതിയുടെ അഡ്വൈസർ കൂടിയായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക് സാർ കൂടി പങ്കെടുത്തുകൊണ്ട് സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള തൊഴിൽ എത്രമാത്രം നമുക്ക് ലഭിക്കുന്നത് അറിയുന്നതിന് വേണ്ടിയിട്ട് വിവിധ ഫേമുകളെയും ഏജൻസികളെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 10-ാം തീയതി അത്തരത്തിലുള്ള ഒരു മീറ്റിംഗ് കൂടി നമ്മൾ നടക്കി. പദ്ധതിയുടെ ഭാഗമായ ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ജില്ലയിൽ ഇതുവരെ 1.20 ലക്ഷം ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ തൊഴിലന്വേഷകരായി 27,000-ഓളം ആളുകളുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. KDISCുമായി സഹകരിക്കുന്ന വിവിധ തൊഴിൽ സമാഹരണ ഏജൻസികളിലൂടെ 4 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. 10ാം തരം മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ള വിവിധ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിലവസരങ്ങളാണ് ഉള്ളത്. സംസ്ഥാന സർക്കാർ, കേരള നോളജ് ഇക്കോണമി മിഷൻ, KDISC എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ജില്ലയിലെ അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകർക്ക് സംസ്ഥാനത്തിനകത്തും പുറത്തും വിദേശത്തും തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക, ആവശ്യമെങ്കിൽ അവരെ നൈപുണ്യ പരിശീലനം നൽകി തൊഴിലിലേക്ക് സജ്ജമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും KG രാജേശ്വരി പറഞ്ഞു. ജില്ലയിലെ 12 ബ്ലോക്കുകളിലും 6 നഗരസഭകളിലും ജോബ് സ്റ്റേഷനുകൾ പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. ജനുവരി 14, 15 തീയതികളിലായി ബ്ലോക്കുകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട റിസോഴ്സ് പേഴ്സൺമാർക്ക് പരിശീലനം നൽകും. ഫെബ്രുവരി 1 നടക്കുന്ന മെഗാ തൊഴിൽ മേളയുടെ മുന്നോടിയായി ജനുവരി 16 ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ST കോളേജിൽ സംഘാടക സമിതി രൂപീകരിക്കും. തൊഴിൽ മേളയിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുള്ള സ്ഥാപനങ്ങളിലാകെ 30,000-ഓളം തൊഴിലവസരങ്ങൾ ലഭ്യമാണ്. 6 മാസത്തിനുള്ളിൽ ജില്ലയിലെ 25,000 തൊഴിലന്വേഷകർക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരിക്ക് പുറമെ സ്ഥിരം സമിതി അംഗം MV പ്രിയ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R റിയാസ്, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി KR ദേവദാസ്, വിജ്ഞാന മിഷൻ ജില്ലാ കോർഡിനേറ്റർ CK ഷിബു, KDISC ഫാക്കൽറ്റി പ്രിൻസ് എബ്രഹാം, KKEM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡാനി വർഗീസ് എന്നിവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. ചരിത്രപ്രസിദ്ധമായ അർത്തുങ്കൽ
മകരം പെരുന്നാളിന് ഭക്തി നിർഭരമായ തുടക്കം. ആലപ്പുഴ രൂപതാ മെത്രാൻ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് ആനാപറമ്പിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. നാടിൻ്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പ്രസിദ്ധമായ അർത്തുങ്കൽ മകരം പെരുന്നാളിന് കൊടികയറി. ആയിരക്കണക്കിന് വിശ്വാസികൾ തിങ്ങി നിറഞ്ഞ അന്തരീക്ഷത്തിൽ നടന്ന കൊടിയേറ്റ് ചടങ്ങിന് ആലപ്പുഴ രൂപതാ മെത്രാൻ റവറൻഡ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപറമ്പിൽ കാർമ്മികത്വം വഹിച്ചു. ഞങ്ങളുടെ നിരവധിയായ പ്രാർത്ഥനകളും യാചനകളും അങ്ങയുടെ സന്നിധിയിലേക്ക് എത്തിച്ചേരാനും അനുഗ്രഹം നൽകണമേ. തുടർന്ന് നടന്ന പൊന്തിപ്പിക്കൽ ദിവ്യബലിക്ക് കൊല്ലം രൂപതാ ബിഷപ്പ് റവറൻഡ് ഡോക്ടർ സ്റ്റാൻലി റോമൻ മുഖ്യ കാർമ്മികനായി. റെക്ടർ ഫാദർ യേശുദാസ് കാട്ടുങ്കൽ തയ്യിൽ നേതൃത്വം നൽകി. ജനുവരി 11 വനിതാ ദിനവും 12 സാമൂഹിക ദിനവും 13 തൊഴിലാളി ദിനവും 14 സന്യസ്ത ദിനവുമായി ആചരിക്കുന്നു. ഇടവക ദിനം, BCC സംഗമം, സാംസ്കാരിക ദിനം എന്നിവ ജനുവരി 15 16 സമുദായ ദിനവും 17 മാതൃപിതൃദിനവും ദമ്പതി ദിനവും ആചരിക്കും. ജനുവരി 18 ശനിയാഴ്ചയാണ് തിരുസ്വരൂപ നടതുറക്കൽ. പുലർച്ചെ 5 നടതുറക്കലും തിരുസ്വരൂപ വന്ദനവും. ജനുവരി 19 യുവജന ദിനം. ജനുവരി 20 പ്രസിദ്ധമായ അർത്തുങ്കൽ പെരുന്നാൾ. രാവിലെ 11 നടക്കുന്ന ആഘോഷമായ തിരുനാൾ പൊന്തിപ്പിക്കൽ ദിവ്യബലിക്ക് ആലപ്പുഴ രൂപതാ ബിഷപ്പ് റവറൻഡ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 4:30 ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം. ജനുവരി 21 മദർ ഫെർണാണ്ട റീവയുടെ അനുസ്മരണം. 22 ദൈവദാസൻ മോൺസിഞ്ഞോർ റൈനോൾഡ് പുരയ്ക്കൽ അനുസ്മരണം. ആതുര ശുശ്രൂഷ ദിനം 23 ഭിന്നശേഷി ദിനം 24 കാരുണ്യ ദിനം 25 ആചരിക്കും. 26 ദൈവദാസൻ സെബാസ്റ്റ്യൻ പ്രസന്റേഷൻ അനുസ്മരണം. കൃതജ്ഞതാ ദിനത്തോടെ ജനുവരി 27 സമാപിക്കും. ഇത്തവണ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് അധികൃതർ അറിയിച്ചു. റെക്ടർ ഫാദർ യേശുദാസ് കാട്ടുങ്കൽ തയ്യിൽ, ഫാദർ ഡെൻസി ബെഞ്ചമിൻ കാട്ടുങ്കൽ, ഫാദർ ജേക്കബ് ആൻസൺ പുത്തൻ ചക്കാലയ്ക്കൽ, ഫാദർ ജോസഫ് അൽഫോൺസ് കൊല്ലാപറമ്പിൽ, കൈക്കാരന്മാരായ ജോസി സ്റ്റീഫൻ, ടോമി ചിന്നപ്പൻ, ബിബിൻ പോൾ തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. ടൈം ന്യൂസ് ചേർത്തല. ആലപ്പുഴ ജില്ലയിലെ സ്വകാര്യ ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്നു. യാത്രക്കാരോട് മോശമായ പെരുമാറ്റമെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് PCC നിർബന്ധമാക്കാൻ തീരുമാനിച്ചതെന്ന് ആലപ്പുഴ RTO അറിയിച്ചു. ആലപ്പുഴ ജില്ലയിലെ സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്നു. ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് യാത്രക്കാരോടും മറ്റ് റോഡ് ഉപയോക്താക്കളോടും മോശമായി പെരുമാറുന്നതും അസഭ്യം പറയുന്നതും അക്രമ പ്രവർത്തനങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ചാണ് തീരുമാനമെന്ന് ആലപ്പുഴ RTO അറിയിച്ചു. ജനുവരി 15 മുതൽ പോലീസ് ക്ലിയറൻസ് ഉള്ളവർ മാത്രമേ സ്വകാര്യ ബസ്സുകളിൽ ജീവനക്കാരായി പ്രവർത്തിക്കാവൂ. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ ശേഷമേ ജീവനക്കാരെ ബസ്സുകളിൽ നിയോഗിക്കാവൂ എന്ന് ബസ് ഉടമകളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിർദ്ദേശം പാലിക്കാത്ത ബസ്സുകൾക്കും ജീവനക്കാർക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും RTO അറിയിച്ചു. ചേർത്തല മുട്ടം സെൻറ് മേരീസ് ഫൊറോന പള്ളിയിൽ സംഘടിപ്പിച്ച 40 മണി ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് ഭക്തിനിർഭരമായ സമാപനം. 3 ദിവസങ്ങളായി നടന്ന ചടങ്ങുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. ചേർത്തല മുട്ടംപള്ളിയിലെ 40 മണി ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് ഭക്തിനിർഭരമായ സമാപനം. ജനുവരി 7 ചൊവ്വാഴ്ചയാണ് ദിവ്യകാരുണ്യ ആരാധന ആരംഭിച്ചത്. സമാപന ദിവസമായ വ്യാഴാഴ്ച രാവിലെ നടന്ന ആഘോഷമായ സമൂഹ ബലിക്ക് മുൻ വികാരി ഫാദർ ജോസ് ഇടശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചകഴിഞ്ഞ് 3:30 ദൈവവചന ശുശ്രൂഷ. തിരുനെല്ലൂർ പള്ളി വികാരി ഫാദർ ജേക്കബ് കൊഴുവള്ളി കാർമ്മികനായി. വൈകിട്ട് CMI കൊച്ചി പ്രൊവിൻഷ്യൽ റവറൻഡ് ഡോക്ടർ ബെന്നി നെൽക്കര സമാപന സന്ദേശം നൽകി.
തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരന്നു. മുട്ടമ്പള്ളി വികാരി റവറൻ ഡോക്ടർ ആൻഡോ ചേരാന്തുരുത്തി, സഹവികാരി ഫാദർ ആന്റണി കട്ടക്കകത്തൂട്ട്, ഫാദർ ജോസ് പാലത്തിങ്കൽ, ജനറൽ കൺവീനർ PJ ഫ്രാൻസിസ് പൊള്ളച്ചിറ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല കളവങ്കോടം കരപ്പുറം മിഷൻ UP സ്കൂളിൽ വയലാർ കാവ്യാഞ്ജലി സംഘടിപ്പിച്ചു. 2 ദിവസങ്ങളിലായിട്ടാണ് വയലാർ കാവ്യാഞ്ജലി ഒരുക്കിയിട്ടുള്ളത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അനശ്വര കവി വയലാർ രാമവർമ്മയുടെ ദീപ്ത സ്മരണകളുയർത്തി കളവങ്കോടം കരപ്പുറം മിഷൻ UP സ്കൂളിന്റെ നേതൃത്വത്തിൽ വയലാർ കാവ്യാഞ്ജലി 2025 സംഘടിപ്പിച്ചു. ഞാൻ പറഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതറി തുള്ളി തുള്ളി ചട്ടവാറിളകുമ്പോൾ നടുങ്ങിപ്പോകുന്നില്ലേ നിമിഷങ്ങളിൽ കുളമ്പടികൾ പതിയുമ്പോൾ ഈ അണ്ടകടാഹങ്ങൾ പാർവതി പൂജയ്ക്കു പൂനുള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരിയാന്താടക താമരച്ചോലകൾക്കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാര വീതിയിൽ കണ്ടു ശ്രീരാമനെ. ഉദ്ഘാടന സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് CK ഷാജിമോഹൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കേരളം കണ്ട ഏറ്റവും മഹാന്മാരായിട്ടുള്ള കവികളിൽ ഏറ്റവും ശ്രദ്ധേയനായത് വയലാർ രാമവർമ്മയാണ്. വയലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലാർ രാമവർമ്മ എന്നുകൂടിയാണ് എന്നുള്ള നിലയിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സിനിമാ ഗാനങ്ങളെക്കുറിച്ചും ആ മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനയെക്കുറിച്ചുമൊക്കെ ഏറെ നേരം എടുത്ത് സംസാരിക്കാനായിട്ട് കഴിയും. വയലാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MG നായർ, മെമ്പർമാരായ ദീപക് B. ദാസ്, ലാലി സരസ്വതി, ലിഷിന പ്രസാദ്, KG അജിത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ലിൻസി മേരി പോൾ കൃതജ്ഞതയും ഹെഡ് മിസ്ട്രസ് സന്ധ്യ PS സ്വാഗതവും പറഞ്ഞു. തുടർന്ന് വിവിധ ആലാപന മത്സരങ്ങളും നടന്നു. വയലാർ കാവ്യാഞ്ജലിയുടെ സമാപന സമ്മേളനം ആലപ്പുഴ MP KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. വയലാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി അധ്യക്ഷത വഹിക്കും. കേന്ദ്ര സംഗീത നാടക അക്കാദമി അംഗം വയലാർ ശരത്ചന്ദ്രവർമ്മ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ D. പ്രകാശൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ജനറൽ കൺവീനർ TT ജിസ്മോൻ, മുൻ പ്രഥമാധ്യാപകൻ KH അനിൽകുമാർ, MPTA പ്രസിഡന്റ് ലയ സുമേഷ്, PTA വൈസ് പ്രസിഡന്റ് നീതു രാജേഷ്, ഫുഡ് കമ്മിറ്റി കൺവീനർ സന്ധ്യ പ്രതീഷ്, സ്കൂൾ ലീഡർ മാസ്റ്റർ അബ്ദുള്ള അൻവർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. സംഘാടക സമിതി ജോയിന്റ് കൺവീനർ V. ശശി കൃതജ്ഞതയും PTA പ്രസിഡന്റ് സ്റ്റാലിൻ NB സ്വാഗതവും പറയും. തുടർന്ന് ഗാനസാമ്രാട്ട് കൊച്ചിൻ മൻസൂറിന്റെ വയലാർ ഗാനസന്ധ്യയും നടക്കും. ടൈം ന്യൂസ്, ചേർത്തല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അധ്യാപക സർവീസ് സംഘടനകൾ ഈ മാസം 22-ന് പണിമുടക്കും. പണിമുടക്കിന് മുന്നോടിയായി ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ചേർത്തല തഹസിൽദാർക്ക് നോട്ടീസ് നൽകി. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം നടപ്പിലാക്കി പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക, 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശിക പൂർണ്ണമായും അനുവദിക്കുക, ലീവ് സറണ്ടർ മരവിപ്പിച്ച നടപടി പിൻവലിക്കുക, മെഡിസെപ്പ് സർക്കാർ ഏറ്റെടുക്കുക, കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അധ്യാപകരും ജീവനക്കാരും ഈ മാസം 22-ന് പണിമുടക്കുന്നു. ഇതിനു മുന്നോടിയായി ചേർത്തല തഹസിൽദാർക്ക് പണിമുടക്ക് നോട്ടീസ് നൽകി. ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് നിന്ന് പ്രകടനമായിട്ടാണ് നോട്ടീസ് നൽകാൻ എത്തിയത്. KGOF ജില്ലാ സെക്രട്ടറി അഖിൽ രാജ് തഹസിൽദാർക്ക് നോട്ടീസ് കൈമാറി. നമ്മുടെ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമ്മളൊരു പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കാൻ വേണ്ടിയിട്ടൊരു കമ്മിറ്റി രൂപീകരിച്ചു. 67 ലക്ഷം രൂപ ഏകദേശം മുടക്കിയാണ് അവർ കമ്മിറ്റി രൂപീകരിച്ചത്. കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ പഠനം പൂർത്തിയാക്കി ഏകദേശം 2-3 വർഷ കാലഘട്ടം അത് ഇരുട്ടിൽ കിടന്നു. നമ്മുടെ ജോയിന്റ് കൗൺസിലിൻ്റെയും പ്രത്യേക ഇടപെടൽ കാരണം അത് ഒരു വെളിച്ചത്തിലേക്ക് വന്നു. ഇതുവരെയായിട്ടും അതിലൊരു അനുകൂലമായിട്ടുള്ള തീരുമാനമെടുക്കാനായിട്ട് നമ്മുടെ ജനകീയ സർക്കാർ തയ്യാറാവുന്നില്ല. അത് വളരെയധികം ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ നാളെങ്ങും ഇല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. GSTയിലൂടെ ലഭിക്കേണ്ട വരുമാനങ്ങളൊക്കെ കുറഞ്ഞു, ബാക്കിയുള്ള വരുമാനങ്ങളും കേന്ദ്രം വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ജീവനക്കാരെ പുറന്തള്ളിക്കൊണ്ട് ഒരു സർക്കാരിന് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കില്ല. പ്രകടനത്തിന് ശേഷം നടന്ന സമ്മേളനത്തിൽ സമരസമിതി താലൂക്ക് ചെയർമാൻ ഡോക്ടർ അബ്ദുൽ ജലീൽ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് കൺവീനർ C. പ്രസാദ് സ്വാഗതം പറഞ്ഞു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം C. സുരേഷ്,
AKSTU ചേർത്തല ഉപജില്ലാ സെക്രട്ടറി ലിജിമോൾ, ജോയിന്റ് കൗൺസിൽ ജില്ലാ ട്രഷറർ VD അബു, സംസ്ഥാന കൗൺസിൽ അംഗം V തങ്കച്ചൻ എന്നിവർ സംസാരിച്ചു. ജോയിന്റ് കൗൺസിൽ മേഖലാ സെക്രട്ടറി TK പ്രതീഷ് നന്ദി പറഞ്ഞു. M ശ്രീകുമാർ, CR കിഷോർകുമാർ, സൂര്യകാന്ത്, രശ്മി, സിന്ധു, TM ഷിജിമോൻ, അരുൺ, കാർത്തിക്, S രവി തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ് ചേർത്തല. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ്റെ 5ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം ചേർത്തലയിൽ നടക്കും. ഞായറാഴ്ച ചേർത്തല വുഡ്ലാൻഡ്സ് ഹാളിലാണ് സമ്മേളനം നടക്കുന്നത്. ചേർത്തല MLAയും കൃഷിമന്ത്രിയുമായ P പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കരാറുകാരുടെ ഏക സംഘടനയായ PBCA പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ട് അസോസിയേഷൻ്റെ 5ാമത് ജില്ലാ സമ്മേളനം ഈ വരുന്ന 12-ാം തീയതി ഞായറാഴ്ച ചേർത്തല വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ വെച്ച് ശ്രീ ജില്ലാ പ്രസിഡന്റ് KT മദൻ്റെ അധ്യക്ഷതയിൽ കൂടുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യ കൃഷിവകുപ്പ് മന്ത്രി ശ്രീ P പ്രസാദ് അവറുകളാണ്. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ 5ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം ജനുവരി 12-ന് ചേർത്തല വുഡ്ലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടക്കും. രാവിലെ 11:45-ന് പ്രകടനത്തോടുകൂടിയാണ് ജില്ലാ സമ്മേളനം ആരംഭിക്കുന്നത്. ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന പൊതുസമ്മേളനം കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ ചേർത്തല പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2-ന് നടക്കുന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് KT മദനൻ അധ്യക്ഷത വഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ, കൗൺസിലർ S സനീഷ്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി TV ബൈജു, PBCA സംസ്ഥാന വൈസ് പ്രസിഡന്റ് PJ കുഞ്ഞപ്പൻ, ക്ഷേമനിധി ബോർഡ് അംഗം MS ഷാജി, ജില്ലാ സെക്രട്ടറി KS രാജുക്കുട്ടൻ തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി KS രാജുക്കുട്ടൻ, വൈസ് പ്രസിഡന്റുമാരായ റോബിൻ പായുവ, മൂർത്തി സന്മയൻ തുടങ്ങിയവർ പങ്കെടുത്തു. വൈക്കം കുടവച്ചൂർ നമ്പ്യാർ മഠം ശ്രീ വേട്ടക്കാരൻ സ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം തുടരും. കലശവാർഷികവും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. ജനുവരി 14-നാണ് സമാപനം. ഇടയാഴം നമ്പ്യാർ മഠം വെട്ടേക്കരൻ സ്വാമി ക്ഷേത്രം 16ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചു. ജനുവരി 14-ന് സമാപിക്കും. ഭദ്രദീപ പ്രകാശനം ക്ഷേത്രം മേൽശാന്തി രംഗൻ എംബ്രാതിരി നിർവഹിച്ചു. വെള്ളിയാഴ്ച രുക്മിണി സ്വയംവരവും ശനിയാഴ്ച കുചേലഗതിയും ഞായറാഴ്ച സ്വർഗാരോഹണവും നടക്കും. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ഉദ്ഗിരൽ പ്രണവോദ്ഗീധ അരുൺ പാലമുറ്റം, കൊടുമൺ സതീഷ്, വിശ്വനാഥൻ കടവിൽ, രതീഷ് മുഹമ്മ എന്നിവർ സഹ യജ്ഞാചാര്യന്മാരാകും. ക്ഷേത്രം രക്ഷാധികാരികളായ പ്രൊഫസർ PK മാധവൻ നമ്പ്യാർ, പ്രസിഡന്റ് R ബാലചന്ദ്രൻ, സെക്രട്ടറി സിനിൽ വെള്ളാപ്പള്ളി എന്നിവരുടെ നേതൃത്വത്തിലാണ് സപ്താഹയജ്ഞം സംഘടിപ്പിച്ചിരിക്കുന്നത്. ശ്രീകോവിലിനകത്ത് 8 മൂർത്തികളുണ്ട്. പ്രധാന മൂർത്തി കിരാതമൂർത്തി, ഗണപതി, ശിവൻ, അന്നപൂർണേശ്വരി, ശാലഗ്രാം, ശ്രീചക്രം, അങ്ങനെ പ്രധാന മൂർത്തികൾ ഒരു പീഠത്തിലിരിക്കുന്ന കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ നമ്പ്യാർമഠം ക്ഷേത്രം. പിന്നെ ഇവിടെ പ്രധാനമായിട്ടും നടക്കുന്നത് മാസപൂജ, മലയാള മാസം 1-ാം തീയതി പൂജ നടക്കും. ഇതിനിടയിൽ ഭക്തരുടെ ആവശ്യപ്രകാരം ഇടയ്ക്ക് വഴിപാടുകൾ നടത്താറുണ്ട്. പിന്നെ നമ്മൾ എല്ലാ വർഷവും മകരമാസം 1-ാം തീയതി മകരവിളക്കിനോടനുബന്ധിച്ച് തീരത്തക്ക രീതിയിൽ ഭാഗവത സപ്താഹയജ്ഞം നടത്തി വരാറുണ്ട്. പിന്നെ നമ്മൾ കുംഭഭരണിക്ക് ഇവിടെ നിന്ന് കുംഭകുടം ഈ ക്ഷേത്രത്തിൽ നിന്ന് പൂങ്കാവ് ക്ഷേത്രത്തിലേക്ക് പോകാറുണ്ട്. പിന്നെ കൂടാതെ മണ്ഡലകാല മഹോത്സവം 41 ദിവസത്തെ പരിപാടികൾ നടത്താറുണ്ട്. അതുപോലെ കർക്കിടക മാസ ആചരണം, ഇതെല്ലാം ഈ ചെറിയ രീതിയിലുള്ള പരിപാടികളാണ് ക്ഷേത്രത്തിൽ നടത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. CPM ആലപ്പുഴ ജില്ലാ സമ്മേളനം ഹരിപ്പാട് ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. 46 ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 407 പേർ പങ്കെടുക്കുന്നു. 12-ാം തീയതി സമ്മേളനം സമാപിക്കും. സകലമാന വർഗീയ ശക്തികളുമായി കൂട്ടുപിടിച്ച് ഇടതുമുന്നണിയെ തകർക്കാനാണ് UDF ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
ഏതാനും വോട്ടുകൾക്കും 4 സീറ്റുകൾക്കും വേണ്ടി തങ്ങൾ രാഷ്ട്രീയ ചെറ്റത്തരം കാട്ടില്ലെന്നും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുമെന്നും മുഖ്യമന്ത്രി. ചന്ദനത്തിൽ കടഞ്ഞെടുത്ത ധനുമാസ ചന്ദ്രിക അസ്തമിച്ചു. ഭാവഗായകൻ പി ജയചന്ദ്രൻ്റെ നാടിൻ്റെ പ്രണാമം. മലയാളിയുടെ ഹൃദയത്തിൽ ശബ്ദവിസ്മയത്തിൻ്റെ സ്വർണ്ണഗോപുരം സൃഷ്ടിച്ച അസാധാരണ പ്രതിഭയാണ് പി ജയചന്ദ്രൻ. സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന 2047 ആഗോളതലത്തിൽ ഇന്ത്യയെ ഒന്നാമതെത്തിക്കുന്ന തരത്തിലാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ. നാനാ മേഖലകളിൽ രാജ്യം അതിവേഗം കുതിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 1 മെഗാ തൊഴിൽ മേള. ആലപ്പുഴ ST കോളേജിൽ നടക്കുന്ന മെഗാ തൊഴിൽ മേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി. ചരിത്രപ്രസിദ്ധമായ അർത്തുങ്കൽ മകരം തിരുനാളിന് ഭക്തിനിർഭരമായ തുടക്കം. ആലപ്പുഴ രൂപതാ ബിഷപ്പ് റവറൻ ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ആയിരക്കണക്കിന് വിശ്വാസികൾ അണിനിരന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.